ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഫസ്റ്റ് ടൈമാണെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റനിങ് ക്രീമിനെ പറ്റിയുള്ള റിവ്യൂ ആണ്. വൈറ്റനിങ് ക്രീം വേറെ ഒന്നുമല്ല, മെലാക്കെയർ ആണ് കേട്ടോ. നിങ്ങൾ ചിലവരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. മെലാക്കെയറിൻ്റെയാണ്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുള്ളൊരു റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഞാനിത് 2014 മുതൽക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2014 ടു 2022 വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു 2-3 ഡേയ്സിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ നിറം വയ്ക്കും, നല്ല വൈറ്റ് വരും കേട്ടോ. അങ്ങനെ ഞാനത് നമ്മുടെ ടെസ്റ്റത്തിൽ കൂടെ പോകുന്നുണ്ട്. ഒരു 2-3 ഡേയ്സിന് നല്ല നിറമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ ഫേസ് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ കാലിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നൃത്തമൊക്കെ ചെയ്തു. അത് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വേറെ പിന്നെ ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ ഞാനിത് രാത്രി കിടക്കണ സമയത്താണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഫേസ് വാഷ് ചെയ്യും, അങ്ങനെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഫേസ് വാഷ് ചെയ്യും, അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കത് തേച്ച് കഴിഞ്ഞാൽ നിറം വയ്ക്കും, പക്ഷെ നമുക്കത് തേച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, വെയിൽ കൊള്ളാൻ പറ്റില്ല കേട്ടോ. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊള്ളി മീൻസ് റെഡിഷ് ആവും ഫേസ് കംപ്ലീറ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നേ. ഞാനിത് 2014 സ്റ്റാർട്ട് ചെയ്തിട്ട് 2022 സ്റ്റോപ്പ് ചെയ്തത്. ഓൾറെഡി എൻ്റെ ഫേസ് പിമ്പിൾ ഫേസ് ആണ്, പക്ഷെ ഇത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ പുള്ളി പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഫേസ്. സ്റ്റോപ്പ് ചെയ്ത ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫേസ് കുറച്ചും കൂടി ഡാർക്കണായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, നോർമലി നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടാണ് എഗെയിൻ പഴയ പോലെ സ്കിന്നൊന്ന് ബെറ്ററായി വന്നത്. പിമ്പിൾസ് പിന്നെ ഓൾറെഡി എനിക്ക് പണ്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫേസിൽ പിമ്പിൾസ് കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്തിരിക്കാൻ ബെറ്റർ ഓപ്ഷൻ. ഞാൻ ഈ നിർത്താനുള്ള റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ 2022 എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ചെവിയുടെ ബാക്കിലായിട്ട് നല്ല വലിയൊരു കുരു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും പേടി വന്നു. കാരണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെ ഇല്ലേ പറയുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായി. ഈ ഒരു പിമ്പിൾ വന്നപ്പോൾ അതിനാച്ചാൽ ഡോക്ടർ പറഞ്ഞത് അതിങ്ങനെ പൊട്ടിക്കാനുള്ള സംഭവം കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ ഒന്നല്ലെങ്കിൽ പറഞ്ഞത് കീറേണ്ടി വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പേടി തുടങ്ങിയപ്പോൾ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് പതുക്കെ നിർത്തി ഒറ്റയടിക്ക് നിർത്തല്ല ചെയ്തത്. ഇപ്പോൾ ഒരാഴ്ചയിലൊരു 3 വട്ടം യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ അത് 2 വട്ടമാക്കി, പിന്നെ അത് 1 വട്ടമാക്കി, പിന്നെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരാഴ്ച യൂസ് ചെയ്യും, ഒരാഴ്ച യൂസ് ചെയ്യില്ല, അങ്ങനെയൊക്കെ അങ്ങനെയായിട്ട് ഞാൻ പതുക്കെ നിർത്തിയത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നിർത്താൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പതുക്കെ നിർത്തുവാൻ നല്ലത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ നാച്ചുറൽ റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുൾട്ടാണി മിറ്റി, അങ്ങനെ പാലും അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ചും കുഴപ്പമില്ല, ബെറ്ററായി. നാച്ചുറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. തക്കാളി നീരും അതൊക്കെ യൂസ് ചെയ്തിട്ട്, മീൻസ് ഫേസ് പാക്ക് നാച്ചുറൽ കാര്യങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടതിന് ശേഷം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചതിന് ശേഷം ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫേസ് ഓൾമോസ്റ്റ് ആ ഒരു ഇതിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മാറിക്കിട്ടി സത്യം പറഞ്ഞാൽ. ഇപ്പം ഞാനിത് നിർത്തി. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ വാങ്ങിച്ചിട്ട് വെച്ച സാധനമാണ്. അത് ഞാൻ എത്രയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടില്ല, എന്നാലും ഇവിടെ ഇരിക്കുന്നുണ്ട് അത്ര. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമല്ല, ഇത് സാധനം കയ്യിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴും വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം യൂസ് ചെയ്തിരിക്കാൻ ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ പറയാം കേട്ടോ. എൻ്റെ ഒരു ഒപ്പീനിയനാണ്, യൂസ് ചെയ്തിരിക്കാൻ നല്ലത്. നമ്മൾ നാച്ചുറൽ നിറം അതാണ് എപ്പോഴും നന്നാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റിയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ എനിക്ക് പറ്റുന്ന അറിയുന്ന കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര കേട്ടോ. ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ, സീ യു.